അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നുള്ളത് കടമക്കുടി ഷാപ്പിലാണ്. നമ്മളൊരു അടിപൊളി ചലഞ്ചായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നുള്ളത് കാണിച്ചു തരാം. കമോൺ ഗൈസ്. കലാസ്നേഹികളെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, ദയവ് ചെയ്ത് അലമ്പുണ്ടാക്കരുതേ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മൾ പറഞ്ഞ ചലഞ്ച്. പേരൊന്നുമല്ല, കള്ളുകൂടി മത്സരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ടുപേരെ പേരൊക്കെ ചോദിക്കാം. ബ്രോന്റെ പേരെന്താ? ആഷ്ബി. ബ്രോന്റെ പേരെന്താ? അപ്പോൾ രണ്ടുപേരും കുടിച്ചീർക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കില്ലേ 2 മിനിറ്റിനുള്ളിൽ? അപ്പോൾ കുടിച്ചീർക്കാൻ പറ്റില്ല ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ഒരു തോക്കുന്ന ആൾ, അതായത് കുറച്ച് അളവ്, അതായത് രണ്ടുപേരും നമ്മൾ അളന്ന് നോക്കും. കുറച്ച് ആരെയാണോ അയാളൊരു 10 പുഷപ്പ് പഠിക്കേണ്ടി വരും. 10 പുഷപ്പ്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം ആര് കുടിച്ചു തീർക്കുന്നോ അയാൾക്കൊരു കുപ്പി കള്ള് ഫ്രീ. കമോൺ. ടൈമർ സ്റ്റാർട്ട് ചെയ്യും. 2 മിനിറ്റ് ആയിരിക്കും. പള്ളിക്കര പഞ്ചായത്തിനെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൈരിയാശാൻ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൈപ്പിടിയിൽ ഒതുക്കാൻ പള്ളിക്കര എന്ന കളിപ്പാട്ടമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജിപ്തിമത്തായി അടിക്കുന്നു കോപ്പ നമ്പർ 5. എനിക്ക് ദാഹിക്കുന്നു, ദാഹം തീർക്കാൻ ഈ കള്ളു പോരെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കരയുടെ പൊന്നോമന പുത്രൻ ജിപ്തിമത്തായി ഇതാ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോപ്പ നമ്പർ 5. സമയമുണ്ട് 30 സെക്കൻഡ് ആണ്. 1.5 മിനിറ്റ് ഉണ്ട്. കമോൺ. കമോൺ, എന്തായാലും പറ്റും. കമോൺ ബ്രോ, കമോൺ. അതെ, ടൈമുണ്ട്. പയ്യടിച്ചേ. 1 മിനിറ്റ് ഉണ്ട്. കമോൺ. ബ്രോ അപ്പൊ ചെറുതായിട്ട് നമ്മുടെ ചലഞ്ച് ഇപ്പൊ ആളിയിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം എത്ര മണിക്കാണ് അടി തുടങ്ങിയത്? ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ അടി തുടങ്ങിയതായിരുന്നു. അതുകൊണ്ടല്ലേ? അതല്ലേ പറ്റിപ്പോയി ശരിക്കും. നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇവര് ഇതിന് മുമ്പേ അടിച്ചിട്ടാണ് ഇരുന്നത്. അതാണ് ഇപ്പൊ പറ്റിപ്പോയത്. ഇവിടെ അടുത്ത് മത്സരിച്ചടിച്ച് വാളി വെച്ചിട്ട് പോലും പിന്നെ അടിക്കാണ് ഗൈസ്. കമോൺ. 4 മിനിറ്റ് കൊടുക്കാം, കുഴപ്പമില്ല. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. കഷ്ടപ്പെട്ട് അടിക്കണല്ലേ? അതെ, കൈയടിക്കണം. കയ്യൊക്കെ അടിക്കുന്നു. സമയമുണ്ട്. പയ്യെടുത്ത് അടിച്ചേ. സമയമുണ്ട്. നല്ല വാള്. അതെ, എത്ര മിനിറ്റ്? 3 മിനിറ്റ് 27 സെക്കൻഡ്. അപ്പൊ ഗായ്സ് ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് രണ്ടുപേരും എക്സ്പീരിയൻസ് ചോദിക്കാം. അപ്പൊ ബ്രോന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലാതെ കബൂർ ക്ഷീണൊന്നും ഉണ്ടായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും നമ്മൾ ഈ ഷാപ്പിൽ എത്തുന്നതിന് മുമ്പ് രണ്ടുപേരും ഇവിടെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൊടുത്ത ചലഞ്ച് അവർക്ക് ഈ ബ്രോ എന്തായാലും തീർത്തു. ഈ ബ്രോ മത്സരിച്ചടിച്ച് വാള് വെച്ചിട്ടാണെങ്കിലും ബാക്കി അടിച്ച് തീർത്തു ഈ ബ്രോ. അത് നമ്മൾ എന്തായാലും കൈയടിച്ചേ പറ്റുള്ളൂ.